15ാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് ഇങ്ങനെയാണ് പറയുന്നത്, ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ദാറ്റ് ഷോസ് നെഗറ്റീവ് റെസൊണൻസ് എഫക്റ്റ്. ഇപ്പോൾ എൻ സി ആർ ടി എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ 15ാമത്തെ ക്വസ്റ്റ്യനാണ് ഈ പറയുന്നത്. അപ്പോൾ ആ 15 തവണ ഞാൻ എൻ സി ആർ ടി എന്ന് പറഞ്ഞു, ഇപ്പോൾ വീണ്ടും ഞാൻ എൻ സി ആർ ടി എന്ന് പറയുകയാണ്. നെഗറ്റീവ് റെസൊണൻസ് എന്ന് പറഞ്ഞാൽ -R എഫക്റ്റ് കാണിക്കുന്നു. എൻ സി ആർ ടി ബുക്കിൽ ബേസിക് ഓർഗാനിക് കെമിസ്ട്രി 1ാമത്തെ ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്ററിൽ റിയാക്ഷൻ മെക്കാനിസത്തിന് ശേഷം അവിടെ നമ്മൾ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഇഫക്റ്റുകൾ പഠിക്കുന്നുണ്ട്. അതിൽ റെസൊണൻസിനെ -R +R നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ വ്യക്തമായി എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് നെഗറ്റീവ് റെസൊണൻസ് കാണിക്കുന്ന ആൾക്കാർ. അപ്പോൾ അതിനകത്ത് എൻ സി ആർ ടി പറയുന്നത് നൈട്രോ ഗ്രൂപ്പ്, സയനൈഡ് ഗ്രൂപ്പ്, ആൽഡിഹൈഡ്, കാർബോക്സിലിക് ആസിഡ്, ഇതൊക്കെ തന്നെ -R എഫക്റ്റ് കാണിക്കുന്ന ആൾക്കാരാണ്. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഇവിടെ കാർബോക്സിലിക് ആസിഡ് വന്നിട്ടുണ്ട്. അതേസമയം ആൽക്കഹോള്, ആൽക്കോക്സി ഗ്രൂപ്പ്, അതുപോലെ തന്നെ NH2 ഗ്രൂപ്പൊക്കെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകളായിട്ട് നമുക്ക് +R എഫക്റ്റ് കാണിക്കുന്നു എന്ന് വ്യക്തമായി എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.